എല്ലാ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 11-ാം തീയതി പുതിയതായി OTTയിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവിയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ആദ്യം ഒരു മലയാളം ഹൊറർ സൂപ്പർ നാച്ചുറൽ ത്രില്ലർ മൂവിയാണ് അരൂപി. ആയരനാട് സ്റ്റേറ്റിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ഭീതിജനകമായ കഥ നടക്കുന്നത്. ഒരു പഴയ പാവയ്ക്കുള്ളിൽ തളച്ചിട്ടിരിക്കുന്ന പ്രതികാരദാഹിയായ ഒരു യക്ഷി അവിചാരിതമായി പാവയ്ക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടുന്നതും ആയരനാട് സ്റ്റേറ്റിലേക്ക് പുതുതായി താമസിക്കാനെത്തുന്ന ഒരു കൂട്ടം ആളുകളെ ഈ യക്ഷി വേട്ടയാടുന്നതും തുടർന്നുണ്ടാകുന്ന ഭയപ്പെടുത്തുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. അഭിലാഷ് വാര്യർ സംവിധാനം ചെയ്ത് വൈശാഖ് രവി, നേഹ ചൗള, ജോയ് മാത്യു, സാക്ഷി ബദാല എന്നിങ്ങനെ വലിയ താരത്തിന് തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഇപ്പോൾ ഇതായി മൂവി മലയാളം, ഹിന്ദി, തമിഴ് എന്നീ ഭാഷകളിൽ ആമസോൺ പ്രൈം വീഡിയോസ്, സിംപ്ലി സൗത്ത്, ലയൺസ്ഗേറ്റ് പ്ലേ, മനോരമ മാക്സ് എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ ഓഗസ്റ്റ് 14 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. കിഷോർ കുമാർ സംവിധാനം ചെയ്തൊരു തമിഴ് റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ഹാർട്ടിൻ. ശിവ എന്ന യുവാവിന്റെയും അയാളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന രണ്ട് സ്ത്രീകളുടെയും കഥയാണിത്. പഴയ പ്രണയവും പുതിയ ബന്ധവും ഒരേ സമയം ഒത്തുവരുമ്പോൾ ഉണ്ടാകുന്ന രസകരമായ സംഭവവികാസങ്ങളും ആശയക്കുഴപ്പങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. തമാശയും പ്രണയവും ഒരേപോലെ തിണങ്ങിയൊരു ഫീൽ ഗുഡ് മൂവിയാണ് ഹാർട്ടിൻ. തമിഴ്, തെലുങ്കു, ഹിന്ദി എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് മാസം 14 മുതൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഇന്ത്യക്കകത്തും സിംപ്ലി സൗത്തിലൂടെ ഇന്ത്യക്ക് വെളിയിലും OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇന്റൻസ് കോർട്ട് റൂം ഡ്രാമ വെബ് സീരീസ് ആണ് ദ കോർട്ട്. സംസാരവൈകല്യമുള്ള ഒരു യുവ അഭിഭാഷകയായ യാഴിനി സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ളതും പ്രശസ്തനുമായ സ്വന്തം പിതാവിനെതിരെ കോടതിയിൽ ഒരു കേസിനായി പോരാടേണ്ടി വരുന്നു. ഇതാണ് സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സെപ്റ്റംബർ 4 മുതൽ തമിഴ്, തെലുങ്കു, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ ചിത്രമാണ് ബിഗ് ബേബി. തിരക്കഥാകൃത്തായ ആദം ലൂയിസ് ഒരു ഹൊറർ സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതി തുടങ്ങുന്നതും ആദം കഥ എഴുതി മുന്നോട്ട് പോകുന്നതോറും അയാൾ എഴുതുന്ന അതേ കൊലപാതകങ്ങളും ഭീകരതകളും യഥാർത്ഥ ജീവിതത്തിലും സംഭവിക്കാൻ തുടങ്ങുന്നു. ഇതാണ് സിനിമയുടെ പ്രധാന ഇതിവൃത്തം. സ്പൈഡറോൺ സംവിധാനം ചെയ്ത സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ റെൻഡോർ ബൈ ഓപ്ഷനിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തമിഴ് റൊമാൻറ്റിക് ഡ്രാമ ചിത്രമാണ് ഇതയം മുരളി. ആകാശ് ഭാസ്കറിന്റെ സംവിധാനത്തിൽ അഥർവ, പ്രീതി മുകുന്ദൻ, കയാദ് ലോഹർ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഫസ്റ്റ് ഫാസിൽ അതിഥിവേഷത്തിലെത്തുന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ജീവിതം പല വഴികളിലേക്ക് തിരിയുമ്പോഴും ആദ്യ പ്രണയം ഒരാളുടെ തീരുമാനങ്ങളുടെയും ജീവിതത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഈ ചിത്രം കാണിച്ചു തരുന്നത്. ഈ മൂവി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള പാൻ-ഇന്ത്യൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹോളിവുഡ് സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഹെൽഗേറ്റ്. സിനിമയുടെ രണ്ടാം പകുതിയിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന വലിയൊരു ട്വിസ്റ്റ് ഈ സിനിമയുടെ പ്രത്യേകതയാണ്. ഓഗസ്റ്റ് മാസം 14-ാം തീയതി മുതൽ ഷട്ടർ എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ഇന്ത്യക്ക് വെളിയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഈ മൂവി ഇന്ത്യക്കകത്ത് അടുത്ത് തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മെഡിക്കൽ ഡ്രാമ ഫിലിമാണ് സെപ്റ്റംബർ 21. അൽഷിമേഴ്സ് രോഗം ബാധിച്ച ഒരു വ്യക്തിയുടെയും അവരെ പരിചരിക്കുന്നവരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള വൈകാരികമായ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് 22 വയസ്സുകാരിയായ കാരൻ ഷിതി സുവർണയാണ്. റിലീസിന് മുൻപ് ഈ ചിത്രം പ്രശസ്തമായ കാൻ ഫിലിം മാർക്കറ്റിൽ പ്രദർശിപ്പിക്കുകയും അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട്. സൺ നെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 14-ാം തീയതി മുതൽ കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് മൂവിയാണ് ജനനായകൻ. ദളപതി വിജയ് നായകനായെത്തിയ ഈ സിനിമയിൽ വിജയ്ക്കൊപ്പം ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, മമിത ബൈജു, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ മേനോൻ എന്നിങ്ങനെ വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം 350 കോടിക്കും 500 കോടിക്കുള്ളിലാണ്. ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ 312 കോടി 86 ലക്ഷമാണ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ഓഗസ്റ്റ് മാസം 21 മുതൽ മലയാളം, തമിഴ്, തെലുങ്കു, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് വരവ്. AK സാജൻ രചനയിൽ ഷാജി കലൻ സംവിധാനം ചെയ്ത് ജോജു ജോർജ്, അർജുൻ അശോകൻ, മുരളി ഗോപി, വാണി വിശ്വനാഥ്, ബൈജു സന്തോഷ് എന്നിങ്ങനെ ഒരു വലിയ താരത്തിന് തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. വർഷങ്ങളുടെ ജയിൽവാസത്തിന് ശേഷം പരോളിൽ പുറത്തിറങ്ങുന്ന കഥാനായകൻ തന്നോട് തെറ്റ് ചെയ്തവരോട് പ്രതികാരം വീട്ടുന്നതും അതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കി എന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കോടെയോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്കോടെയോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി. അടുത്തൊരു തെലുങ്കു കോമഡി ഫാമിലി ഡ്രാമ റൊമാൻസ് മൂവിയാണ് മിസ്റ്റർ വർക്ക് ഫ്രം ഹോം. തികച്ചും ഫാമിലി എന്റർടൈൻമെന്റ് ആയ ഈ സിനിമ ഓഗസ്റ്റ് മാസം 14 മുതൽ സൺ നെക്സ്റ്റിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി പൊളിറ്റിക്കൽ ഡ്രാമ ഫിലിമാണ് ആഗ്രി സവൽ. അഭിജിത്ത് മോഹൻ വാറക് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സഞ്ജയ് ദത്ത്, നമാഷി ചക്രവർത്തി, അമിത് സാദ്, സമീറ റെഡ്ഡി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ലയൺസ്ഗേറ്റ് പ്ലേ ആണ്. ഓഗസ്റ്റ് മാസം 14-ാം തീയതി മുതൽ ഹിന്ദി, തെലുങ്കു, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്കു റൂറൽ ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ലെനിൻ. മുരളി കിഷോർ അമ്പൂരി സംവിധാനം ചെയ്ത് അഖിൽ അക്കിനേനി, ഭാഗ്യശ്രീ ബോർസെ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. തിയേറ്ററിൽ നിന്നും നല്ല രീതിയിൽ വിജയം കൈവരിച്ച ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. മലയാളം ഉൾപ്പെടെയുള്ള പാൻ-ഇന്ത്യൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുന്ന ഒരു സൂപ്പർ ഹീറോ ഇൻവെസ്റ്റിഗേഷൻ സീരീസ്
സീരീസാണ് ലാൻഡേൺസ്. ഈ സീരീസിൽ അമേരിക്കയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നടക്കുന്ന കൊലപാതകവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന അന്വേഷണങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് പൃഥ്വിരാജ് സുകുമാരൻ, പാർവതി തിരുവോത്ത് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഐ നോബഡി. നിസാം ബഷീർ സംവിധാനം ചെയ്ത ഈ ആക്ഷൻ ത്രില്ലർ സിനിമ തിയേറ്ററിൽ ഒരു പരാജയമായിരുന്നു. മമ്മൂട്ടിയുടെ റോഷാക്കിന് ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന സിനിമ എന്നതിലുപരി പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഈ സിനിമയെ പ്രേക്ഷകർ വളരെയധികം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കിയത്. ഈ ഡിസാസ്റ്റർ മൂവിയിൽ സാധാരണ സർക്കാർ ജോലിക്കാരനായ രാജീവൻ തന്റെ കുടുംബത്തോടൊപ്പം സാധാരണ ജീവിതം നയിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഒരു ബാങ്ക് കൊള്ളയ്ക്ക് സാക്ഷിയാകുന്നു. കൊള്ളക്കാർ അദ്ദേഹത്തെ ബന്ദിയാക്കി കൊണ്ടുപോകുന്നതും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറും സാറ്റലൈറ്റ് റൈറ്റ്സ് നേടിയിരിക്കുന്നത് ഏഷ്യാനെറ്റുമാണ്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കോടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് RDX എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം നഹാസ് ഹിദായത്തിന്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന ഐ ആം ഗെയിം. ഈ ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രത്തിൽ ദുൽഖർ സൽമാൻ ഡാൻ ജോൺ എന്ന ധീരനായൊരു ചൂതാട്ടുകളിക്കാരനായിട്ടാണ് എത്തുന്നത്. കോടികൾ മറിയുന്ന ഇന്റർനാഷണൽ ബെറ്റിംഗ്, സ്പോർട്സ് ഗാംബ്ലിംഗ് എന്നിവയാണ് സിനിമയുടെ പ്രധാന പ്രമേയം. ബെറ്റിംഗ് ലോകത്തിന്റെ കഥ പറയുന്ന ഈ ചിത്രത്തിൽ മലയാളം ഇതുവരെ പറയാത്ത കോടികളുടെ ചൂതാട്ടത്തിന്റെ കഥയാണ് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ദുൽഖർ സൽമാനെ കൂടാതെ കയാദു ലോഹർ, മിഷ്കിൻ, ആന്റണി വർഗീസ്, വിനയ് ഫോർട്ട്, കതിർ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. KGF-ഉം വിക്രമും ഒരുക്കിയ അൻപറിവ് ടീം ഒരുക്കിയ സ്റ്റൈലിഷ് ആക്ഷൻ സീക്വൻസുകളും ഈ സിനിമയുടെ പ്രത്യേകതയാണ്. ഓണം റിലീസായി ഓഗസ്റ്റ് മാസം 20-ന് ഐ ആം ഗെയിം തിയേറ്ററിലെത്തും. അടുത്തൊരു തമിഴ് റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് അൻപേ ഡയാന. പാരി ഇളവഴകൻ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പാരി ഇളവഴകനും രമ്യ രംഗനാഥുമാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. ഒരു തെലുങ്ക് കുടുംബത്തിലെ യുവാവും ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടിയായ ഡയാനയും തമ്മിലുള്ള പ്രണയമാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. ഒരു സാധാരണ റൊമാൻറ്റിക് കോമഡി ചിത്രം എന്നതിലുപരി ഒരു ഫീൽ ഗുഡ് അനുഭവം സമ്മാനിക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. സോണി ലിവാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 14 മുതൽ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഓണം റിലീസായി തിയേറ്ററിലെത്തുന്ന ബത്ലഹേം കുടുംബ യൂണിറ്റ്. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, പ്രേമലു തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഗിരീഷ് ഏടി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നിവിൻ പോളി, മമിത ബൈജു, സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ബിന്ദു പണിക്കർ, ശ്യാം മോഹൻ എന്നിങ്ങനെ വലിയ താരത്തിന് തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ കുടുംബ യൂണിറ്റ് പശ്ചാത്തലമാക്കിയുള്ള രസകരമായ പ്രണയവും കുടുംബ മുഹൂർത്തങ്ങളുമാണ് സിനിമയുടെ പ്രധാന പ്രമേയമെന്നാണ് ടൈറ്റിൽ സൂചിപ്പിക്കുന്നത്. ഓഗസ്റ്റ് മാസം 21-ന് ഓണം റിലീസായി ചിത്രം തിയേറ്ററിലെത്തും. അടുത്തൊരു തെലുങ്കു റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് ചെന്നൈ ലവ് സ്റ്റോറി. രവി നമ്പൂരിയുടെ സംവിധാനത്തിൽ കിരൺ അമ്പാരം, ശ്രീ ഗൗരിപ്രിയ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. മാനസിക വിഷമങ്ങളിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന നിവേദിത എന്ന പെൺകുട്ടിയും ചെന്നൈയിലെത്തുന്ന സ്റ്റീഫൻ ശങ്കർ എന്ന ചെറുപ്പക്കാരൻ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ഈ ഇമോഷണൽ ഫീൽ ഗുഡ് മൂവി സോണി ലീവിലൂടെ ഓഗസ്റ്റ് മാസം 28 മുതൽ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു സയൻസ് ഫിക്ഷൻ എറോട്ടിക് ഹൊറർ ത്രില്ലർ മൂവിയാണ് സോൾമേറ്റ്. കെയ്റ്റ് ഡോളൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഡേവിഡ് തന്റെ ഭാര്യയുടെ മരണത്തോടെ വലിയ മാനസിക വിഷമത്തിലാകുന്നതും ഈ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം സാര എന്ന AI റോബോട്ടിനെ വാങ്ങുന്നതും ഈ സാധാരണ റോബോട്ടിനെ ഒരു യഥാർത്ഥ പങ്കാളിയെ പോലെ മാറ്റാൻ വേണ്ടി ഡേവിഡ് ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. റെൻഡർ ബൈ ഓപ്ഷനിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ആന്റണി വർഗീസ് പേപ്പെ പ്രധാന വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കാട്ടാളൻ. കാടിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ആനക്കൊമ്പ് വേട്ടയും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. സുനിൽ, കബീർ ദുഹാൻ സിംഗ്, ജഗദീഷ്, തുഷാര വിജയൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. മനോരമ മാക്സിലൂടെ നാളെ രാത്രി 12 മണിക്ക് ശേഷം പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.